അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? ഞമ്മക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. നമ്മളിവിടെ സേലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണ്. അപ്പോൾ അതാ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനത്തെ കാഴ്ചകളാണിത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ പുതിയതായി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയതൊക്കെ കുത്തിപ്പൊളിച്ച് പുതിയ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷന്. ഞാൻ ഫുള്ളൊന്നും ഉൾപ്പെടുത്തി എടുത്തിട്ടില്ല. വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ടയേർഡായിട്ട്. അപ്പോൾ ഈ ലൈറ്റൊക്കെ കണ്ടപ്പോൾ എടുക്കാൻ വല്ലാത്തൊരു പൂതി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, പുറത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിങ്ങാണ്ട്. പക്ഷേ നമുക്ക് കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സാഹചര്യമായില്ല, കാരണം പറ്റ ക്ഷീണിച്ചിക്കണ്. പിന്നെ അതുമല്ല രാത്രിയായിന്, ഈ നട്ടപ്പാതിരക്ക് എന്തിരുന്ന് കാണാനാ. അപ്പോൾ അത് വേറെ ഏതായാലും ആയി, ഒരു വീഡിയോ നമുക്കിടണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോക്കി, നല്ല ഭംഗിയുണ്ട് കാണാൻ. റെയിൽവേ സ്റ്റേഷനിക്കൊന്നും ആദ്യം വന്നവർക്കൊന്നും ഇപ്പോൾ വന്നാൽ പറ്റ മാറിയിരിക്കണം. ഞാൻ തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് പോന്നിട്ട് 3 മാസമായി. അതിലേറൊക്കെ എത്രയോ മാറ്റം. കാരണം അപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ളതിന് ഒരു ഭാഗം അവിടെയൊക്കെ ഉണ്ട് കുത്തിപ്പൊളിച്ച് പറ്റ അങ്ങോട്ട് ചാറ് ചമ്മലാക്കിയിട്ടിരിക്കണം. ഒന്നും അറിയില്ല വരുമ്പോൾ. അപ്പം നമ്മൾ വേറെയും കുറേ കാഴ്ചകളൊക്കെ കാണാൻ പോയിനു. അതൊക്കെ ഇപ്പം നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിക്കണ്. ഇനി കുറച്ചും കൂടിയൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്കി. നല്ല ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ മാറ്റി വെച്ചിക്കണ്. ഇതിപ്പോൾ രാത്രി ആകുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇതായി കാണുന്നത്. നല്ല ഭംഗിയുണ്ട് ലൈറ്റ്. ഇതന്നെ അങ്ങറ്റം ഈ ലൈറ്റ് ഇട്ടുവെച്ചിട്ടേ ഒരു ഭംഗിയുണ്ട് കാണാൻ അറിയാം. പിന്നെ ശരിക്കും ക്ലിയർ ആയിട്ട് പൊളിക്കാനൊന്നും നമുക്ക് വയ്യ. ഇവിടെ എത്തിയപ്പോൾ തന്നെ പറ്റായിന്. പിന്നെ എന്താ ചെയ്യുക, ഇനി വീട്ടിലേക്ക് എത്തണേ നേരം വെളുക്കണം. അതാണ്. വഴിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകൾ പിടിക്കാനും കാണാനൊക്കെ ഉണ്ട്. ഇനി ഇൻഷാ അല്ലാ ഞാൻ പിന്നെ ഒരു സമയത്തിൻ്റെ കൂട്ടുകാർക്ക് കാട്ടിത്തരുന്നുണ്ട്. കുറേ ഉണ്ട് കാണാൻ. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ കേട്ടോ മക്കളെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കനോട് അമർത്തിക്കൊണ്ട് ഇന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യണ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ അത് അറിയാത്ത കൂട്ടുകാരും കുറേ ഉണ്ട്. അതെന്താ ചെയ്യുക, എന്താ കാട്ടുക എന്നുള്ളത്. ആ സബ്സ്ക്രൈബ് എന്നുള്ള അതിന്മേൽ ഞെക്കിയാൽ ആ ബെല്ലിൻ്റെ ചിഹ്നം കാണുന്ന അതിന്മേൽ നല്ല ഞെക്കിയാൽ മതി. അപ്പോൾ അതും ആവും കേട്ടോ. അതിന് നിങ്ങൾ മറക്കരുത്. കഴിയണമാതിരി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ വീട്ടിൽ എത്തണ വരെ ഞാൻ കാട്ടിത്തരപ്പോൾ. പിന്നെ നമ്മളെ വീടൊക്കെ ആയിട്ട് വരണ്ട് സാവധാനം. കാരണം ഞാൻ വീഡിയോ ഇടാനാവില്ല എന്ന് വിചാരിച്ചതിരുന്നു. പക്ഷേ വീഡിയോ ഇടാതെ ഇരുന്നാലും പറ്റൂല, സ്ഥിരം വീഡിയോ ഇടണം. നീ ഒന്നരാടെ ഇട്ടാലൊന്നും ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ എടുത്തിടുന്നത് കേട്ടോ. എന്താ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ എന്ന് വിചാരിച്ചാണ്ട് ആരും ഇതാകരുത്. നല്ല വീഡിയോസ് വരും ഇൻഷാ അല്ലാ. ഇനി ഇവിടെ നല്ല മഞ്ഞും നല്ല തണുപ്പുമാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച വണ്ടി കിട്ടിയില്ലേ. വണ്ടി കിട്ടായില്ല, പക്ഷേ വണ്ടി ലേറ്റായി, 2 മണിക്കൂർ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രെയിനുണ്ട് സേലത്തുനിന്ന്. ആ ട്രെയിന് പോയി. പിന്നെ എന്താ ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നുങ്ങാണ്ട് പിന്നെ 3 മണിക്കൊരു ബസ്സുണ്ട്, ആ ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ 5:00-ൻ്റെ അടുത്ത് അങ്ങോട്ട് പോയാലും രാവിലെ അങ്ങോട്ട് എത്തൽ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ നിന്ന് സമയം ഇതാക്കിങ്ങാണ്ട് വെയിറ്റിംഗ് ഷെഡിലൊക്കെ ഇരുന്ന് കടന്ന് അങ്ങനെ ആ സമയമായപ്പോൾ ബസ്സിൽ വന്ന് കയറി. അൽഹംദുലില്ലാ 5:30 ആയപ്പോൾ ഇവിടെ എത്തുകയും ചെയ്തിരിക്കണം കേട്ടോ. ഏറ്റാണതിൻ്റെ മുന്നേ നമ്മളിവിടേക്ക് എത്തിയിരുന്നു. 6 മണിയായപ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പം നിങ്ങൾ ചോദിച്ചു എൻ്റെ കൂട്ടുകാർ
അപ്പോൾ ഈ രാത്രി പോയിട്ട് എപ്പോഴേ വീട്ടിലേക്ക് എത്തിയത് എന്താണെന്നൊക്കെ. അപ്പോൾ അതിനാണ് ഞാൻ പറയണത് കേട്ടോ. നമ്മളെ വീട്ടിലേക്കാണ്ട് കയറിങ്ങാണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരെ എത്തുന്നത് നമ്മളെടുത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം കൂടുതൽ നമ്മളെ ഫോണിൻ്റെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ഇല്ലാതൊക്കെ വരുന്നത്. ഇൻഷാ അല്ലാ അതൊക്കെ ശരിയാവും. നമ്മളെ ഫോണിൽ 8 മിനിറ്റ് ഞാൻ ഇടുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു 10 മിനിറ്റ് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ വീടുമൊക്കെ കാണിച്ചു തരാം. വീട്ടിൽ കൊണ്ട് വരുന്നത് വരെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾക്ക് പിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇവിടെ എത്തിക്കണ്. ഇതാ വീട്ടിലേക്കുള്ള ബസ് കയറിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ബസ് പ്രൈവറ്റ് ബസ്സാണ് ആ ലൈറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ പച്ച കളറ് പ്രൈവറ്റാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചുവപ്പ് കളർ ബസ് കാണും, അത് ലേഡീസിൻ്റെ ഫ്രീ ബസ്സാണ്. അങ്ങനെയൊക്കെ പലവിധ ബസ്സുകളും ഉണ്ട്. കാരണം ഇരുട്ടാണ് നോക്കുകയാണെങ്കിൽ ഒന്നൊന്നും ശരിക്ക് ഇതാക്കാനും പറ്റണില്ല. നമുക്ക് തന്നെ ഉറക്കപ്പിച്ചുകൊണ്ട് ഒന്നും ക്ലിയറും അല്ല. ഏതായാലും കുറച്ചങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചോണ്ടേ അവിടെ ഇവിടെയൊക്കെ തൊട്ടും തൊടാതെ എടുത്തേക്കാണ്. ഇതാ റോഡിൽ വന്നിറങ്ങി നമ്മളെ വീട്ടിലേക്ക് ഒരു 3 മിനിറ്റ് മതിയേ ഇവിടെ നിന്ന് അങ്ങോട്ട് റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ. ഇവിടെ കുറച്ച് സിമെൻറ്റ് റോഡാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മെയിൻ റോട്ടിൽ നിന്ന് സിമെൻറ്റ് റോട്ടിലേക്ക് കയറി അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു സിമെൻറ്റ് റോഡ് കട്ടായ അപ്പുറത്തൊരു മണ്ണ് റോട്ടിലേക്കാണ് നമ്മളിത് കട്ടാവുന്നത്. ഇതാ നമ്മളെ റോഡ് ഇതായിട്ടില്ല, സിമെൻറ്റും താറും ഒന്നും ഇട്ടിട്ടില്ല. ഈ പ്രാവശ്യം ഇടുമെന്ന് പറഞ്ഞത് ഒന്നും ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാ അടുത്തൊക്കെ ആകുമ്പോൾ ഇടുമായിരിക്കും. റോഡിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. ഇതാ ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്കുള്ളതാണ്. ഈ ഫസ്റ്റ് വീട് കഴിഞ്ഞാൽ രണ്ടാമത്തെ വീട് നമ്മൾ തന്നെ. ഇവിടെ ഉള്ളവർക്കൊക്കെ പശുക്കളുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് പോയ മാതിരിയാണ്. ഇത് നമ്മളെ അടുത്തുള്ള തെരുവാണ്. ഇത് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണ്. നമ്മളെ വീടാണ് ആ കാണുന്നത്. ഇതാ പുതിയാപ്പിളക്കാക്കയാണ് ആ ബാഗും സഞ്ചി എടുത്തുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ മക്കളെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ വീടിൻ്റെ അടുത്ത് വരെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളൂ. വീട്ടിലേക്ക് കയറുന്നത് വരെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ സിമൻറ്റ് തേച്ചേനെയാണ് കേട്ടോ. ഇതൊന്നും ഇട്ടിട്ടില്ല, ടൈൽസൊക്കെ. അതൊക്കെ ഇൻഷാ അല്ലാ പിന്നെ ഇടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.